ഈ രാജഭടൻ്റെ കൂട്ടും എൻ്റെ കുന്തവും ഒക്കെ ആയിട്ട് കയറിയേക്കുക. ഇവിടെ വയ്ക്കേണ്ട ഇതൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ആവശ്യമുണ്ട്. ഞാനൊരു സാധനം പറിക്കാൻ കയറിയേക്കുക. കഴിഞ്ഞ ദിവസം കണ്ടു വെച്ചിട്ട് പോയതാണ്. അപ്പോൾ തീരെ ചെറുതായിരുന്നു. ഇപ്പോൾ ഏകദേശം വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം കാണിക്കാൻ തോന്നുക അല്ലേ? ഉണ്ട്. ഇത് നാടൻ പീച്ചങ്ങയാണ്. നമ്മുടെ നാടൻ പീച്ചങ്ങ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സൈസല്ല, നാടൻ പീച്ചങ്ങ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം നാടൻ പീച്ചങ്ങ അവിടെ നട്ടു വെച്ചായിരുന്നു. നമുക്കിവിടെ അയ്യത്ത് ഇഷ്ടം പോലെ ഉണ്ടാകും. കാട് കയറി ഇങ്ങനെ പള്ളി പോലെ ആകി ദിവസം മൊത്തം ഉണ്ടാവും. അത് കാരണം നമ്മൾ പുള്ളിക്കാരൻ ഇതെല്ലാം വലിച്ചു പറിച്ചു. അപ്പോൾ കഴിഞ്ഞ ഞാനൊന്ന് നട്ടു. ഇത് ഒരു മൂടായിരുന്നേ. പുള്ളി കാടുകളെയും കയറി ഇങ്ങോട്ട് വന്നിട്ട് എന്താ മനസ്സിലായി, ഇത് വലിച്ചു പറിച്ച് പുള്ളി അങ്ങ് കളഞ്ഞു കേട്ടോ. അന്ന് ഞാൻ പുള്ളിയൊക്കെ ഒന്നുമില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു കാര്യമുണ്ട്, ഞാൻ നട്ടൊക്കെ വെച്ചെന്ന് പറഞ്ഞതുകൊണ്ട് പുള്ളിയുടെ മൂഡ് വന്ന് ശരിയായതുകൊണ്ടും പുള്ളി എന്നെ കൊന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ പോക കണ്ടതിനെ. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചെന്നാൽ ഇത് നമുക്ക് തീയൽ വെക്കാം. നല്ല അടിപൊളി സാധനമാണ് തീയൽ വെക്കാം, തോരൻ വെക്കാം, വേണേൽ മെഴുക്ക് ഇട്ട് വെക്കാം, ഉണക്കമീനിട്ട് കറി എടുക്കാം, കൊഞ്ചിട്ട് വെക്കാം. അങ്ങനെ പല വെറൈറ്റി നമുക്ക് സാധനം കൊണ്ട് ചെയ്യാവേ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തീയൽ വയ്ക്കാം. ഇപ്പോൾ തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടുതലാണെന്ന് പറഞ്ഞാലും കറി ഉണ്ടെങ്കിലേ ചോറ് ഇറങ്ങി പോകത്തുള്ളൂ. പിന്നൊരു കാര്യം, എന്താ വെച്ചെന്ന് പറഞ്ഞാലും എന്താ ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞാലും പിള്ളേർ വയ്ക്കും, അയ്യോ ഇതേ ഉള്ളോ ഇന്ന് ഉണ്ടാക്കി വെക്കാൻ, നമുക്ക് വേറെ ഒന്നും കിട്ടിയില്ല ഇതൊക്കെ ഉണ്ടാക്കാൻ എന്ന് പിള്ളേർ വയ്ക്കും. അപ്പം തന്നെയല്ല, ഇത് പറയുകയും ചെയ്യും, ഉണ്ടാക്കി വെക്കുന്ന കാര്യം മൊത്തം അതുപോലെയുള്ള ചോറ് അത് കട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ വേണേൽ വൈകിട്ട് നമ്മൾ വേറെ നമ്മൾ ഉണ്ടാക്കി വെച്ചോണം. ഇതൊക്കെയാണ് പരിപാടികൾ. എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണെന്നോ, എല്ലായിടത്തും ഇതൊക്കെ തന്നെ പിള്ളേരുടെ പരിപാടികൾ. പിന്നെ നമ്മൾ അമ്മമാരല്ലേ, നമ്മൾ പിന്നെ കണ്ണടച്ചങ്ങ് പോകും ഇതൊക്കെ. പിന്നെ നമ്മളുണ്ടാക്കി വയ്ക്കും. അപ്പോൾ ഇത് നമുക്കൊന്നും പറിച്ചെടുക്കാം. ഇതുകൊണ്ടോ, ഇതുകൊണ്ട് ഇത് കൊള്ളത്തില്ല. ഇത് തന്നെ ഇത് നല്ല, ഇത് പ്രത്യേകിച്ചൊരു കാര്യം എന്ന് പറയുന്നത് നാരുള്ള സാധനമായതുകൊണ്ട് നല്ല കഴിക്കാൻ നമുക്ക് നല്ല ദഹനത്തിലേക്കും കാര്യങ്ങളൊക്കെ നല്ലൊരു സാധനമാണ്. അത് പറഞ്ഞാൽ മതിയോ? ഇതില്ല, ഇതിപ്പോൾ ഞാൻ പറിക്കുന്നത് ഇത് മൂത്തതാണേ. മൂത്തത് കൊണ്ട് വേറൊരു കാര്യമുണ്ട്, ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് ചകിരിയിട്ട് പൊളിച്ച് കളഞ്ഞാൽ ഇതുണ്ടല്ലോ നമുക്ക് മേത്ത് തേക്കാൻ, കുളിക്കുമ്പോൾ മേത്ത് തേക്കാൻ ഉപയോഗിക്കാൻ നല്ല സാധനമാണ് ചകിരി. ഞാൻ ഈ കഴിഞ്ഞവരിടയ്ക്ക് എവിടെയോ മാർക്ക് ഏതോ ഇവിടെയാണെന്ന് ഓർക്കുന്നില്ല കേട്ടോ, ഏതോ കടയിൽ സൂപ്പർ മാർക്കറ്റ് കയറിയപ്പം ഒരു പീസിന് 40 രൂപ. ഇത് ഉണങ്ങിയത് ഒരു പീസിന് 40